നമസ്കാരം. ഹോം സ്റ്റൈൽ ലൈഫിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ടേം ഇൻഷുറൻസിനെ പറ്റിയാണ്. ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് രംഗത്ത് 20ലേറെ വർഷത്തെ പരിചയമുള്ള ശ്രീ രാജീവ് മേനോനാണ് ഇന്ന് നമ്മളുടെ കൂടെ. സാർ, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ഒരു 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ 24 മണിക്കൂറോ അതിൽ കൂടുതലോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കഴിഞ്ഞാൽ അതിന് നമുക്ക് വരുന്ന ചിലവുകൾ വഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. അത് നമ്മളായിക്കോട്ടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. നമ്മളുടെ മെഡിക്കൽ കണ്ടിൻജൻസി അത് കവർ ചെയ്യാനാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെടുക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തി എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ 5-6 വർഷം കൊണ്ട് നമ്മൾ ചെറിയ എമൗണ്ട് 10% അല്ലെങ്കിൽ 20%, നമ്മൾ അല്ലെങ്കിൽ ഒരു 30% വരെ സേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന്. ഈ പൈസ നമ്മൾ കൂട്ടി വെച്ച് നമ്മൾ അതൊരു ഒരുമിച്ച് വെച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോ എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ നമ്മൾ സമ്പാദിക്കുന്ന പൈസ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഫാമിലിക്കോ നമുക്കോ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പൈസ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരു സുപ്രഭാതത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. ചിലപ്പോൾ ഈ പൈസ നമ്മൾ വച്ചേക്കുന്നത് നമ്മുടെ ഫാമിലിയുടെ പിള്ളേരുടെ എഡ്യൂക്കേഷനാകാം, നമ്മളെ പിള്ളേരുടെ മാരേജിനാകാം. പക്ഷേ നമ്മൾ ഈ പൈസ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 4 ആളുള്ള ഒരു കുടുംബത്തിന് ഏകദേശം ഹെൽത്ത് ഇൻഷുറൻസിനായി എത്ര തുക മാറ്റി വയ്ക്കേണ്ടി വരും? അത് നമ്മളുടെ ഫാമിലി, നമ്മളുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 50,000 രൂപ ഏൺ ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ 1000 മുതൽ 3000 രൂപ വരെ നമുക്കൊരു മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള കവറേജ് നമ്മുടെ ഫാമിലിക്ക് എടുക്കാൻ പറ്റും. ശരി. ഇന്നിപ്പോൾ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. നാളെ എനിക്കൊരാവശ്യത്തിന് ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ നാളെ തന്നെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മാസം വെയിറ്റിംഗ് പീരീഡാണ്. ഒരു ഫ്രഷ് പോളിസി പുതിയൊരു പോളിസി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു മാസം വരെ 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമുക്കൊരു പനിയോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു 30 ഡേയ്സ് 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. പക്ഷേ നമ്മൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, ഇന്ന് പോളിസി എടുത്തു, നമ്മളെല്ലാം അത് ത്രൂ ആയി പോളിസി ആയിക്കഴിഞ്ഞാൽ നാളെ ഒരു ബാത്റൂമിൽ തെന്നി വീണോ അല്ലെങ്കിൽ ഒരു വാഹന അപകടമുണ്ടായാൽ അത് ക്ലെയിം ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ആക്സിഡൻറ്റിലാണെങ്കിൽ അതിലൊരു വെയിറ്റിംഗ് പീരീഡ് ഇല്ല. പക്ഷേ ഒരു അസുഖമാണെങ്കിൽ 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പിന്നെ നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മളത് ഡിക്ലെയർ ചെയ്തിട്ട് വേണം നമുക്കൊരു പോളിസി എടുക്കാനായിട്ട്. അതിന് നമുക്ക് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, അത് പല കമ്പനികളും പല രീതിയിലാണ്, 2 ഇയേഴ്സ് ടു 3 ഇയേഴ്സ് വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അസുഖം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള അസുഖമാണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. നമുക്ക് ഷുഗറാകാം, BP ആകാം, കൊളസ്ട്രോൾ ആകാം, തൈറോയിഡ് ആകാം, അങ്ങനെ പല അസുഖങ്ങളും നമുക്കിവിടെ നിന്ന് കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് പല കമ്പനികൾക്കും ഉണ്ട്. 2 to 3 ഇയേഴ്സ് വരെ, ചില കമ്പനികളിൽ 4 ഇയേഴ്സ് വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡുള്ള കമ്പനികളും ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ എക്സ് എന്ന കമ്പനിയിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പോളിസി. അത് എന്തെങ്കിലും കാരണവശാൽ എനിക്ക് മാറി വൈ എന്ന കമ്പനിയിലേക്ക് മാറ്റണം എന്ന് തോന്നിയാൽ മാറ്റാൻ പറ്റുമോ? അത് പോസിബിളാണ്. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, നമ്മൾ പഴയ കമ്പനിയായിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് 60 ദിവസം മുമ്പ് വരെ, നമ്മുടെ ഡ്യൂ ഡേറ്റിന് 60 ദിവസം മുമ്പ് വരെ നമുക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ കവറേജും, അതായത് നമുക്ക് പല സ്പെസിഫിക് ഇൽനെസ് എന്ന് പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് എല്ലാ കമ്പനികൾക്കും, എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും സ്പെസിഫിക് ഇൽനെസ്സിന് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ചിലത് 1 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ആ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ വേറൊരു കമ്പനിയിലേക്ക് നമുക്ക് പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. 60 ദിവസം മുമ്പ് വരെ, നമുക്ക് ഡ്യൂ ഡേറ്റ് എന്നാണോ അതിന് 60 ദിവസം മുമ്പ് വേണമെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്യാം. കഴിവതും അത് ഡ്യൂ ഡേറ്റ് കഴിയാതെ നോക്കണം. ഒരു കമ്പനിയും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ പോർട്ട് ചെയ്യാൻ അനുവദിക്കാറില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് പോർട്ട് ചെയ്യാം. അപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാലോ? അത് ഒരു ഫ്രഷ് പോളിസി ആയിട്ട് വരുമ്പോൾ വെയിറ്റിംഗ് പീരീഡും വരും. ഫ്രഷ് പോളിസി ആകുമ്പോൾ വെയിറ്റിംഗ് പീരീഡ്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക.
അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ക്ലെയിം ചെയ്തു എന്ന് വിചാരിക്കുക, പിന്നീട് ഞാൻ പോർട്ട് ചെയ്താൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമോ? ക്ലെയിം ചെയ്യുന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് 2 ഇയേഴ്സ് നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് കഴിവതും പോർട്ട് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. ഉള്ള കമ്പനിയിൽ കണ്ടിന്യൂ ആണ് നല്ലത്. അവിടെ വേറെ ക്ലെയിമിന് ഇഷ്യൂസ് ഇല്ല. ചിലപ്പോൾ റീസൺ നമുക്ക് പ്രീമിയം എല്ലാ വർഷവും കൂടുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കാം. അങ്ങനെ പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലെയിം ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുമ്പോൾ അതിന് റിജക്ഷനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അല്ലെങ്കിൽ അഡീഷണൽ പ്രീമിയം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നിലവിലുള്ള ക്ലെയിം ഉണ്ടെങ്കിൽ വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാതിരിക്കുകയാണ് എൻ്റെ അഡ്വൈസ്. ഇൻസുലിൻ എടുക്കുന്നവർക്കും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ചില കമ്പനികൾ ഇൻസുലിനും ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞവർക്ക് പോളിസി കൊടുക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നില്ല. അവർ റിജക്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ തന്നെ അവർ സ്വീകരിക്കാറില്ല. പക്ഷേ ചില കമ്പനികൾ ഇൻസുലിൻ എടുക്കുന്നവർക്കും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർക്കും ഡേ 1 തൊട്ട് വരെയും കവറേജുള്ള പ്ലാനുകളുണ്ട്. ചിലവർക്ക് 20% കോ പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1,00,000 രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ 20% നമ്മൾ കസ്റ്റമർ അടയ്ക്കുകയും ബാക്കി 80% കമ്പനി സെറ്റിൽ ചെയ്യാറും പതിവുണ്ട്. അങ്ങനെ പല ടൈപ്പ് പോളിസികൾ അവൈലബിൾ ആണ് ഇൻസുലിൻ എടുക്കുന്നവർക്കും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഉള്ളവർക്കും. 2 പോളിസികൾ അവൈലബിൾ ആണ് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിലുണ്ട്. പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നു. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 1,00,000 രൂപ ഹോസ്പിറ്റൽ ബില്ലായി, പക്ഷേ 5,000 രൂപ ഞാൻ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടായിരിക്കും? അത് നമുക്ക് കൺസ്യൂമബിൾ ഐറ്റം അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ഐറ്റംസ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഐറ്റംസ് ഓപ്ഷണലാണ് പല ഇൻഷുറൻസ് കമ്പനികൾ. നമുക്ക് പ്രീമിയം അടയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഈ 5,000 റുപ്പീസോ അല്ലെങ്കിൽ എത്രയോ എമൗണ്ട് ഈ കൺസ്യൂമബിൾ ഐറ്റം ടോട്ടൽ ബില്ല് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇൻഷുറൻസ് കമ്പനി ഫൈനൽ ബിൽ സെറ്റിൽമെൻറ്റിൽ അയക്കുമ്പോൾ എത്ര നോൺ മെഡിക്കൽ ഐറ്റംസ് ഉണ്ട് എന്നുള്ള അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ടാണ് അവർ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് പല ആൾക്കാരും ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഞാൻ വന്നു പറയുന്നു, ഞാനൊരു 10,000 രൂപയുടെ പ്രീമിയം പറഞ്ഞു, വേറൊരു വ്യക്തി വന്നിട്ട് ഒരു 8,000 രൂപയുടെ പ്രീമിയം അടയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ എനിക്ക് അവിടെ സെയിം പ്ലാനല്ലേ, 8,000 രൂപയ്ക്ക് ഇനി അവിടെ കിട്ടും, 2,000 രൂപ എനിക്ക് പ്രോഫിറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി ഹെൽത്ത് ഇൻഷുറൻസ് അവിടെ നിന്ന് എടുക്കും. നമ്മൾ 2,000 രൂപ എന്തിനും നഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ആ വ്യക്തി ഈ കൺസ്യൂമബിൾ ഐറ്റം ഓപ്ഷണൽ ആയതുകൊണ്ട് അവർ ആഡ് ചെയ്യാതായിരിക്കും തന്നേക്കണം. നമ്മൾ കൊടുത്തേക്കണം, മറ്റേ വ്യക്തി കൊടുത്തേക്കണത് ഈ കൺസ്യൂമബിൾ ഐറ്റം ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രീമിയം കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിനെന്തുകൊണ്ടാണ് അവിടെ പ്രീമിയം കുറവെന്നുള്ളത് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ക്ലെയിം വരുമ്പോൾ ഇതുപോലത്തുള്ള ഡിഡക്ഷൻസിന് പോസിബിലിറ്റീസ് ഉണ്ട്. അന്ന് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ ഒരു കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറച്ച് സ്റ്റഡി നല്ലതാണ്. അതെപ്പോഴും നമുക്ക് നല്ലതേ വരുള്ളൂ. ഈ നോൺ മെഡിക്കൽ ഐറ്റംസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? നമുക്കിപ്പോൾ പറയുമ്പോൾ അത് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ഐറ്റംസ്, നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഐറ്റംസാണ് ഈ പറയുന്ന കൺസ്യൂമബിൾ അല്ലെങ്കിൽ ഈ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട് വരുന്ന ഐറ്റംസ് അതൊക്കെയാണ്. അതിൽ കോട്ടൺ വരാം, സിറിഞ്ച് വരാം, അല്ലെങ്കിൽ PPE കിറ്റ് വരാം. ഇങ്ങനെ നമ്മൾ യൂസ് ആൻഡ് ത്രോ, നമുക്ക് അതൊരു മെഡിക്കൽ ഐറ്റം അല്ലാത്ത ഏത് ഇതിനും നോൺ മെഡിക്കൽ ഐറ്റം അത് ഡിഡക്റ്റബിൾ ആണ്. അതാണ് നമുക്ക് ഡിഡക്റ്റബിൾ ആയിട്ട് വരുന്നത്. പിന്നെ കമ്പനി വേറെ കാര്യങ്ങളും ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കോ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രീമിയം ആണ് കസ്റ്റമർ പറയുമ്പോൾ കമ്പനി അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അവരുടെ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അഫോർഡബിൾ ഒരു പ്രീമിയം എത്തിക്കാൻ വേണ്ടിയിട്ട് 10% കോ പേയ്മെൻറ്റ് അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ 30% കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20% കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 20% നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കുകയും ബാക്കി 80% ഹോസ്പിറ്റലുകാർ അവരൊക്കെ ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളെടുത്ത പ്ലാനിൽ അതുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നത്, റീചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്താണ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ മെഡിക്കൽ ഐറ്റംസ് ആണ് ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക കൺസ്യൂമബിൾ ഐറ്റം എന്ന് പറയുന്ന ഒരു. ഹെൽത്ത് ഇൻഷുറൻസിൽ റൂം റെൻറ്റ് ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്?
അതായത് നമുക്ക് നിലവിൽ 5 ലക്ഷത്തിൽ താഴെയുള്ള ഒരു പോളിസി ആണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള പോളിസിക്ക് ഇങ്ങനെ റൂം റെൻറ്റിൽ ലിമിറ്റ് കാര്യമായിട്ട് ഉണ്ടാകാറില്ല. പക്ഷേ 5 ലക്ഷത്തിൽ താഴെയുള്ള ഒരു പോളിസി ആണെങ്കിൽ റൂം റെൻറ്റ് നമ്മളെടുത്ത കവറേജ്, അതായത് കവറേജ് എന്ന് പറയുന്നത് നമ്മൾ എത്രേൻ്റെ അഷുറൻസ് ആണ് എടുത്തത്, 3 ലക്ഷം ആകാം 2 ലക്ഷം ഒക്കെ എടുക്കുന്നവർ അവരുടെ 1% ഇപ്പം 3 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 1% റൂം റെൻറ്റ് ഉണ്ടാവുള്ളൂ. അതായത് 3000 രൂപയൊക്കെ റൂം റെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എലിജിബിൾ, നമ്മൾ കിടന്ന റൂം, നമ്മൾ ചിലപ്പോൾ നമുക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലപ്പോൾ ഹയർ ഒരു ഹോസ്പിറ്റലായിരിക്കാം പോകുന്നത്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും പോകുന്നത്. ചിലപ്പോൾ അവിടുത്തെ റൂം റെൻറ്റ് ചിലപ്പോൾ 5000 രൂപയ്ക്ക് പെർ ഡേ എന്ന് വരുന്നത്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 1% നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവൈലബിൾ, നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈ 2000 റുപ്പീസ്, നമ്മൾ 5000 രൂപയുടെ റൂമിലാണ് കിടന്നത്, പക്ഷേ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള 3000 റുപ്പീസാണ്. ഇപ്പോൾ ഈ 2000 രൂപ വെച്ചിട്ട് നമുക്ക് ഡിഡക്റ്റബിളായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊരു കവറേജ് എടുക്കുമ്പോൾ ഒരു ആഡിക്വേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ടേം പ്ലാനിൽ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കവറേജ് എടുക്കാം. മിനിമം ഒരു 5 ലാക്സിൻ്റെയെങ്കിലും ഒരു ഫ്ലോട്ടർ പ്ലാൻ എടുക്കുന്നതാണ് നമുക്കൊരു ഫാമിലിക്ക് നല്ലത്. കാരണം വെച്ചാൽ എന്താണ് ഈ ഫ്ലോട്ടർ പ്ലാൻ? ഫ്ലോട്ടർ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഫാമിലി മെമ്പറിൽ നമ്മൾ എന്നും ഒന്നിച്ച് ഒരാളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നില്ല. അതുമല്ല നമ്മളൊരു ആക്സിഡൻറ്റ് കേസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസോ അല്ലെങ്കിൽ ഒരു നമുക്ക് പകർച്ചവ്യാധി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരേ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുള്ളൂ. നമുക്ക് പല എന്താ പറയുക പല ആൾക്കാരും പല ടൈമിലായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുക. നമ്മുടെ ഫാമിലി മെമ്പർ ചിലപ്പോൾ ഇന്ന് ഒരാൾ കിടന്നു, അടുത്ത 3 മാസം കഴിഞ്ഞായിരിക്കും അടുത്ത ആൾ. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് ആർക്ക് വേണമെങ്കിലും, നമ്മളൊരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ 5 ലക്ഷം രൂപ വരെ നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കിടന്നു, എനിക്ക് ഒരു 2 ലക്ഷം രൂപയായി, ബാക്കി 3 ലക്ഷം രൂപ നമുക്ക് അവൈലബിൾ ആണ്. അത് വേറെ ഫാമിലി മെമ്പറിനും ആ ഒരു വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്ലോട്ടർ പ്ലാനാണോ നല്ലത് അതോ ഇൻഡിവിജ്വൽ പ്ലാനാണോ നല്ലത്? നമുക്ക് രണ്ടും നല്ലത് തന്നെയാണെന്ന് പറയാം. എന്നിരുന്നാലും ഫ്ലോട്ടർ പ്ലാൻ എടുക്കുമ്പോൾ നമ്മളുടെ ഹയസ്റ്റ് ഏജ് ആർക്കാണോ ഏജ് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഓരോരുത്തരുടെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ചില കേസുകളിൽ ഫ്ലോട്ടർ പ്ലാൻ എടുക്കുമ്പോൾ പ്രീമിയം ലോവർ സൈഡായിരിക്കാം, ചിലപ്പോൾ ഇൻഡിവിജ്വൽ എടുക്കുമ്പോഴായിരിക്കാം നമുക്ക് ലോവർ പ്രീമിയം വരാം, പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കുമ്പോൾ നമുക്ക് ഒരു 5 ലക്ഷം രൂപയുടെ പ്ലാൻ ഇൻഡിവിജ്വൽ 5 ലക്ഷം വെച്ചെടുക്കുമ്പോൾ അവർക്ക് ഓരോ വ്യക്തിക്കും 5 ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് പോസിബിളാണ്. പക്ഷേ ഫ്ലോട്ടർ പ്ലാൻ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു 5 ലക്ഷം രൂപയാണ് നമുക്ക് അതിൽ പോസിബിലിറ്റി ഉള്ളൂ. പക്ഷേ ഒരു വ്യക്തി ഇപ്പോൾ 2 ലക്ഷം രൂപ ചിലവാക്കി, അടുത്ത വ്യക്തി ബാക്കി 3 ലക്ഷം രൂപ ചിലവാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും പല കമ്പനികളും ഇപ്പോൾ ഓട്ടോ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇൻബിൽട്ടായിട്ട്, അതായത് പോളിസി തന്നെ ആ ബെനിഫിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു അവൈലബിലിറ്റിയിൽ നമുക്ക് 100%, അതായത് എത്രയാണോ നമ്മൾ കവറേജ് ഫ്ലോട്ടർ പ്ലാൻ എടുക്കുക, ഇപ്പോൾ 5 ലക്ഷമാണ്, 5 ലക്ഷത്തിൻ്റെ പ്ലാനാണ് നമ്മൾ എടുത്തതെങ്കിൽ 5 ലക്ഷം രൂപ എന്നും അവൈലബിൾ ആണ്, ആ ഒരു വർഷത്തേക്ക് എന്നും അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചില കമ്പനികൾ ഇപ്പം എനിക്കൊരു അസുഖം വന്നു, എനിക്ക് 5 ലക്ഷം രൂപ ചിലവായി, ഈ ഓട്ടോ രജിസ്ട്രേഷൻ 5 ലക്ഷം രൂപ അവൈലബിലിറ്റി ഉണ്ട്. ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സെയിം ഇൽനെസ്, അതായത് എനിക്കൊരു ഹാർട്ട് ഡിസീസ് വന്നു, ഞാൻ 5 ലക്ഷം രൂപ അപ്ലൈ ചെയ്ത് ക്ലെയിം വന്നു, 5 ലക്ഷം രൂപ വന്നു. നാളെ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞ് എനിക്ക് ഹാർട്ട് ഡിസീസ് തന്നെ ഈ വ്യക്തിക്ക് എനിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ചില കമ്പനികൾ അത് ക്ലെയിം സെറ്റിൽമെൻറ്റ് നടത്തില്ല. പക്ഷേ ചില കമ്പനികൾ, ഇപ്പം മിക്കവാറും എല്ലാ കമ്പനികളും തന്നെ പുതിയ പ്ലാനുകളൊക്കെ ഒരു കോമ്പറ്റബിളായിട്ട് പ്ലാൻ ഇറക്കി സെയിം ഇൽനെസ്സിനും കവേർഡായിട്ട് അൺലിമിറ്റഡ് ടൈം വരെയും നമുക്ക് റീസ്റ്റോറേഷൻ, അതായത് ഒരു വ്യക്തി ഒരു 10 പ്രാവശ്യം പല സമയങ്ങളിലായി കിടന്നാൽ ഈ 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം അങ്ങനെ അൺലിമിറ്റഡ് ടൈം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില കമ്പനികൾക്ക് 100% എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അത് 5 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം വരെ ഒരു റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ട്. അത് പല കമ്പനികളും റീസ്റ്റോറേഷൻ എന്നുള്ള വേർഡുകളല്ല, പല വേർഡുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മളുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പ്ലാനുകളെല്ലാം തന്നെ ഈ 5 ലക്ഷം അതിൻ്റെ എബോവ് ഉള്ള പ്ലാനുകൾക്കാണ് ഓരോ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും നമ്മളൊരു ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ എക്സ്പെൻസ് കൂടുതലാണ്, അതുകൊണ്ട് മിനിമം ഒരു 5 ലക്ഷം രൂപയുടെ പ്ലാനുകൾ എടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അടുത്തൊരു സംശയം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എനിക്ക് ഇൻഷുറൻസ് കവറേജ് തരുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാനൊരു അഡീഷണൽ പോളിസി എടുക്കേണ്ട ആവശ്യമുണ്ടോ?
തീർച്ചയായിട്ടും നിങ്ങൾ അഡീഷണൽ പോളിസി എടുക്കുന്നത് നല്ലതാണ്. നമുക്കൊരു ബാക്കപ്പ് പോളിസി എന്നും അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്രയും കാലം നമുക്കും ചില കമ്പനികൾ നമ്മുടെ പാരൻസിനും കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ കമ്പനി വിട്ടുപോവുകയോ നമ്മൾ വേറെ കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കി നമ്മൾ വേറെ കമ്പനിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോളിസി അവിടെ വെച്ച് ബ്രേക്കപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് നമുക്ക് അന്ന് ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കാം. നമ്മൾ ഈ അവിടുന്ന് കമ്പനിയിൽ നിന്ന് ജോബ് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തി ആകണമെന്ന് നിർബന്ധമില്ല. അന്ന് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല. പിന്നെ ചില പ്രവാസി മലയാളികൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ പല കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ ദുബായിലല്ലേ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഖത്തറിൽ അല്ലെങ്കിൽ കുവൈറ്റിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്. ഞാൻ 2 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് വരാറുള്ളത്. ഞാനപ്പോൾ വെറുതെ എന്തിനാ അനാവശ്യമായിട്ട് ഒരു പോളിസി എടുക്കണം? എനിക്ക് അവിടെ ആണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് പോകണം, എനിക്ക് അവിടെ കമ്പനി തരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ത്യയിൽ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നല്ലതാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഒരു പ്രീമിയം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഹെർണിയ, കാറ്ററാക്റ്റ്, അല്ലെങ്കിൽ നീ സർജറി, അല്ലെങ്കിൽ യൂട്രസ് റിമൂവൽ, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സീനിയോറിറ്റി നമുക്ക് ലഭിക്കുകയും നമുക്ക് ആ ക്ലെയിം സെറ്റിൽമെൻ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഓർഗനൈസേഷൻ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നുണ്ടെങ്കിലും ഒരു അഡീഷണൽ ഒരു ബാക്കപ്പ് ഇൻഷുറൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. വണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടാറില്ലേ? അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തെങ്കിലും ബോണസ് കിട്ടാറുണ്ടോ? ആക്ച്വലി ഹെൽത്ത് ഇൻഷുറൻസ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ കവറേജ് ആണ് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ 5% മുതൽ 20% വരെയും കൊടുക്കുന്ന കമ്പനികളുണ്ട്. ചില കമ്പനികൾ 50%, ചില കമ്പനികൾ 100% നോ ക്ലെയിം ബോണസ് കൊടുക്കുന്നത്. 100% നോ ക്ലെയിം ബോണസ് എന്ന് വെച്ചാൽ കവറേജ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ 5 ലക്ഷം രൂപയുടെ പ്ലാൻ ആണെങ്കിൽ 20% ആണെങ്കിൽ 1 ലക്ഷം രൂപയുടെ കവറേജ് ഇൻക്രീസ് ചെയ്യും അടുത്ത വർഷത്തേക്ക്. അല്ലെങ്കിൽ 100%, ചിലപ്പോൾ 100% വരെ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അവ 5 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ കവറേജ് അടുത്ത വർഷം കിട്ടും. അതാണ് നോ ക്ലെയിം ബോണസായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നത്. ചില കമ്പനികൾ നമുക്ക് 600% വരെ 5 വർഷം കൊണ്ട് 600% തൊട്ട് 700%, ചില കമ്പനികൾ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കവറേജ് നോ ക്ലെയിം ബോണസ് കൊടുക്കുന്നുണ്ട്. അതായത് എത്രയോ നാൾ നമുക്ക് കവറേജ് ഇല്ല, പിന്നെ ക്ലെയിം വന്നില്ല എങ്കിൽ നമുക്ക് കവറേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. 100% എവറി ഇയർ ഇൻക്രീസ് ചെയ്യും. പിന്നെ ചില കമ്പനികൾ നമുക്കൊരു പ്രീമിയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീമിയം തന്നെ ക്ലെയിം വരുന്ന അത്ര നാൾ കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ന് ക്ലെയിം വരുന്നു അന്നത്തെ ഏജ് ബ്രാക്കറ്റിലുള്ള പ്രീമിയം ഫിക്സ് ചെയ്തിട്ട് കവറേജ് കണ്ടിന്യൂ ചെയ്യുന്ന പ്ലാനുകളും ഉണ്ട്. എവറി ഇയർ 100% ഇൻക്രീസ് ചെയ്യും, കവറേജ് ഇൻക്രീസ് ചെയ്യും, പ്രീമിയം സെയിം ലെവലിൽ നിന്നിട്ട് ചെയ്യുന്ന പ്ലാനുകളുണ്ട്. അപ്പോൾ നമുക്ക് നോ ക്ലെയിം ബോണസ് വഴി കിട്ടിയിരിക്കുന്ന ഒരു കവറേജ് നമുക്ക് എന്തെങ്കിലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് പഴയ കവറേജിലേക്ക് തിരിച്ചു പോകുമോ? ഇല്ല, തീർച്ചയായിട്ടും അത് തിരിച്ചു വരില്ല. നമുക്ക് ആ കവറേജ് അവിടെ ഉണ്ടാവും. ബാലൻസ് എമൗണ്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കും, നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ടുണ്ടാവും. അടുത്ത വർഷം റിന്യൂ ചെയ്യുമ്പോഴും നമുക്ക് ആ വർഷത്തെ നോ ക്ലെയിം ബോണസ് കിട്ടില്ലെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു, 20% ആണ് നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടിയത്. അടുത്ത വർഷം 6 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ക്ലെയിം ചെയ്തുകൊണ്ട് അടുത്ത വർഷം ആ 20% നോ ക്ലെയിം ബോണസ് കിട്ടില്ല. ഓക്കെ. പക്ഷേ ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോ ക്ലെയിം ബോണസ്. നമുക്ക് എവറി ഇയർ ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടുന്നുണ്ടാവും. ഈ ടേം ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ എല്ലാ കാലവും പ്രീമിയം ഒരേപോലെ നിൽക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസിൽ അതെങ്ങനെയാണ്? ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് ഒരു സ്ലാബ് ഉണ്ട്. അതായത് എവറി 5 ഇയേഴ്സ്, അതായത് സ്ലാബ് എന്ന് പറഞ്ഞാൽ എവറി 5 ഇയേഴ്സ് നമ്മൾ പോളിസി എടുത്ത സമയം തൊട്ട് 5 ഇയേഴ്സ് അല്ല. നമുക്കിപ്പോൾ 26 to 30, അല്ലെങ്കിൽ 31 to 35, അല്ലെങ്കിൽ 36 to 40, അല്ലെങ്കിൽ 41 to 45, അങ്ങനെ ഒരു സ്ലാബ് നിശ്ചയിക്കുന്നത്. എവറി 5 ഇയേഴ്സ് നമുക്ക് പ്രീമിയം ചേഞ്ച് ചെയ്യും. ആ ഏജ് ബ്രാക്കറ്റ് ഇപ്പം 41 എടുത്ത ഒരാൾക്ക് 45 വരെ സെയിം പ്രീമിയം ആയിരിക്കും. പിന്നെ 46 തൊട്ടേ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ കമ്പനികൾ ചില സമയത്ത് നമുക്ക് പ്രീമിയം കൂട്ടാം. അവരുടെ ക്ലെയിം റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡ് സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ കോവിഡ് സമയത്ത് ക്ലെയിം പിന്നെ കമ്പനികൾക്ക് കൂടുതലായിരുന്നു.
ആ സമയത്ത് കമ്പനിയുടെ ക്ലെയിം റേഷ്യോ കൂടിയതുകൊണ്ട് പ്രീമിയം 6% to 15% വരെയൊക്കെ ഇൻക്രീസ് ചെയ്തു പല വർഷങ്ങളായിട്ട്. ചില കമ്പനികൾ സെയിം ഇയറിൽ ഇൻക്രീസ് ചെയ്യില്ല, ചില കമ്പനികൾ വേറെ വർഷങ്ങളായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ആ കമ്പനി ഇൻക്രീസ് ചെയ്തു, ഈ കമ്പനി ഇൻക്രീസ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അത് കമ്പനിയുടെ ക്ലെയിം റേഷ്യോ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രീമിയമാണ്. എന്നുവെച്ചാൽ ഒരു കമ്പനിയും ഒരു ലോസിൽ പോകാനായിട്ട് താല്പര്യപ്പെടില്ല. അതുകൊണ്ട് അങ്ങനെ ക്ലെയിം റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ എവറി 5 years ആ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഓരോ പോളിസിക്ക് ഓരോ ബ്രാക്കറ്റാണ്. ചില കമ്പനികൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ചില കമ്പനികളിൽ എവറി ഇയർ ഇൻക്രീസ് ചെയ്യുന്ന കമ്പനികളും ഉണ്ട്. അവർ ഫിക്സ് ചെയ്തേക്കുന്ന ഓരോ പ്രോഡക്റ്റ് അനുസരിച്ചാണെന്ന് മാത്രം. ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവേ കേൾക്കുന്ന ഒരു വാക്കാണ് സൂപ്പർ ടോപ്പപ്പ്. എന്താണ് ഈ സൂപ്പർ ടോപ്പപ്പ്? ഈ ടോപ്പപ്പ് അല്ലെങ്കിൽ സൂപ്പർ ടോപ്പപ്പ് എന്നൊക്കെ പറയുന്നത്, നമുക്ക് ഒരു നിലവിൽ ഒരു ബേസ് പ്ലാൻ, നമുക്കൊരു 10 lakhs rupees നമുക്ക് ബേസ് പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കൊരു നമുക്ക് എമർജൻസി ആയിട്ട് ഒരു ഹയർ കവറേജ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 1 crore പ്രീമിയം നമുക്ക് എടുക്കാം. വേണമെങ്കിൽ 1 crore 2 crore എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പല കമ്പനികളും പല രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 crore നമുക്ക് 10 lakhs ഡിഡക്റ്റബിൾ എന്ന് പറയും. അതായത് നമുക്ക് ആദ്യത്തെ 10 lakhs നമ്മൾ ബേസ് പോളിസിയിൽ നിന്ന് കവർ ചെയ്തിട്ട് പിന്നെ വരുന്ന ക്ലെയിം, അതായത് ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് വരുന്നു, 15 lakhs ബില്ല് വരുന്നു. നമ്മളൊക്കെ നമ്മുടെ ബേസ് പ്ലാൻ 10 lakhs ചെയ്യണം. 10 lakhs നമ്മൾ ബേസ് പോളിസിയിൽ നിന്ന് കൊടുക്കുകയും ബാക്കി 5 lakhs നമ്മൾ ഈ ടോപ്പപ്പ് പ്രീമിയത്തിൽ നിന്ന് നമുക്ക് കവറേജിൽ നിന്ന് നമുക്ക് എടുക്കാൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ടോപ്പപ്പിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 10 lakhs പ്രീമിയം ചിലപ്പോൾ ഒരു 30,000 അല്ലെങ്കിൽ 25,000 ആകാം. നമ്മുടെ ബേസ് പ്ലാനിൻ്റെ നമ്മുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പ്രീമിയം വരുന്നത്. ടോപ്പപ്പിന് ഒരു 2,000 to 3,000 rupees നമുക്ക് 90 lakhs. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏജ്. നമ്മുടെ ഫാമിലി ഏജ് വെച്ചിട്ട് 4,000 5,000 വരെയൊക്കെ നമുക്ക് വരാം. ചില കമ്പനികൾ 10,000 വരെ വരാം. പക്ഷേ നമുക്കൊരു ഹയർ കവറേജ് 90 lakhs നമുക്ക് കവറേജ് കിട്ടും. അപ്പോൾ ഒരു കണ്ടിൻജൻസിയിൽ, നമുക്ക് ഒരു മെഡിക്കൽ കണ്ടിൻജൻസിയിൽ ആ ടോപ്പപ്പ് പ്രീമിയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ഒരു എന്താ പറയുക, ഇൻഡസ്ട്രി നമ്മൾ പറയുന്നത് ഒരു 5 to 10 lakhs ആണ് നമ്മൾ ഹോസ്പിറ്റൽ ബിൽ വരുന്നത്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരോടും നമ്മൾ പറയുന്നത് ഒരു 10 lakhs കവറേജ് ആവശ്യമാണെന്ന് പറയും. എന്നാലും ടോപ്പപ്പ് എടുത്ത് വയ്ക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. പക്ഷേ ടോപ്പപ്പ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ ഒരു 2 to 3 years ഞാൻ പറഞ്ഞു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്ക് കൊളസ്ട്രോളോ ഡയബറ്റീസോ അല്ലെങ്കിൽ BP ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ 2 to 3 years വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. പക്ഷേ ചില കമ്പനികൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അഡീഷണൽ പ്രീമിയം കൊടുത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ടോപ്പപ്പ് എടുക്കുമ്പോൾ നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡ് അവിടെ നിന്ന് മാറുന്നില്ല. സപ്പോസ് നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ബില്ല് വന്നു, നമുക്ക് ഡയബറ്റിക് റിലേറ്റഡ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ എന്ന് നമ്മൾ ടോപ്പപ്പ് എടുത്തു അന്ന് തൊട്ട് 3 years അല്ലെങ്കിൽ അതിനൊരു എലിജിബിലിറ്റി, അവർക്ക് ഒരു കമ്പനിക്കൊരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ അവിടെ ബാധകമാണ്. അപ്പോൾ അഡീഷണൽ വന്ന കവറേജ് ആ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് വന്നെങ്കിൽ ടോപ്പപ്പിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. പിന്നെ ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുക, അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷേ ഈ ടോപ്പപ്പ് എടുക്കുമ്പോൾ അത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ നമ്മൾ നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടെങ്കിൽ ടോപ്പപ്പ് എടുക്കുന്നതിലും നല്ലത്, നമുക്ക് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ നമുക്കൊരു ഹയർ കവറേജ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ടോപ്പപ്പിന് പോകാതെ 10 lakhs പകരം 20 lakhs 25 lakhs ലൈഫ് കവറേജ് ബേസ് പോളിസിക്ക് നമുക്ക് കവറേജ് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ടോപ്പപ്പ് എടുത്തുകൊണ്ട് നമുക്ക് അഡീഷണൽ വരുന്ന എമൗണ്ട് കിട്ടണമെന്നും നിർബന്ധമില്ല. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ക്ലെയിം വന്നാൽ അത് നമ്മൾ ബില്ല് ആദ്യം അടക്കുകയാണോ ചെയ്യുക? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു? അതായത് നമുക്ക് പല ഇൻഷുറൻസ് കമ്പനികൾക്കും എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് അവരുടെ സൈറ്റിലും അവൈലബിൾ ആണ്. ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നോർമലി ഒരു 99.99% മേജർ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട്, അതായത് നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലെയിം നമ്മളവിടെ ഇൻറ്റിമേറ്റ് ചെയ്യണം. നമ്മൾ അഡ്മിഷൻ ആയിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ PRO ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ടാവും. അവിടെ നമുക്ക് ഇന്ന കമ്പനിയുടെ പോളിസിയാണ്, അതിൻ്റെ ഡോക്യുമെൻ്റ് എന്താണോ നമ്മളുടെ ID പ്രൂഫ് കൊടുക്കുക. അവരത് ഹോസ്പിറ്റലുകാർ അതാത് ഇൻഷുറൻസ് കമ്പനികളുടെ, ചില കമ്പനികൾക്ക് തേർഡ് പാർട്ടി അഷുറൻസ് കമ്പനികളുണ്ട്, TPA എന്ന് പറയും, അവരുടെ കമ്പനികൾ അവർ ഇൻഫോം ചെയ്തത്. ചില കമ്പനികൾ ക്ലെയിം ഡയറക്റ്റാണ് സെറ്റിൽ ചെയ്യണത്. അത് അതാത് ഹോസ്പിറ്റലുകാർക്ക് അതാത് നെറ്റ്വർക്കുള്ള കമ്പനികളുടെ ലിസ്റ്റുകളുണ്ടാവും, അവരറിയിച്ചോളും. അവരറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് പൈസ കൊടുക്കാതെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, പല കസ്റ്റമേഴ്സും ചില സമയത്ത് ബഹളം കൂട്ടാറുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ ഡിസ്ചാർജ് ചിലപ്പോൾ 10 മണിക്ക് റൗണ്ട്സിൽ ഡോക്ടർ വരുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഇന്ന് ഡിസ്ചാർജാന്ന് പറയും. പക്ഷേ അവർ അവിടുന്ന് ഡോക്ടറിൻ്റെ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്ത് അവർ ഓരോ പേഷ്യൻറ്റിൻ്റെയും റെക്കോർഡുകൾ പരിശോധിച്ച് അവരുടെ ഏതെങ്കിലും മെഡിസിൻ തിരിച്ചെടുക്കാനുണ്ടാവും, ചില മെഡിസിൻസ് പുതിയതായിട്ട് കഴിക്കാനുണ്ടാവും. ഇതിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അതിനൊരു ഫൈനൽ ബില്ല് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ ഹോസ്പിറ്റലുകാർ ഇൻഷുറൻസ് കമ്പനിക്ക് ഫൈനൽ ബില്ല് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 10 മണിക്ക് ഡിസ്ചാർജ് പറഞ്ഞു, പക്ഷേ ഹോസ്പിറ്റലുകാർ ചിലപ്പോൾ ബില്ല് അയക്കുന്നത് ചിലപ്പോൾ 3 മണിക്കായിരിക്കും. അത് ഹോസ്പിറ്റലുകാരുടെ ബുദ്ധിമുട്ടല്ല, അത് നോർമൽ ഒരു പ്രൊസീജിയറാണ്, ഒരു ഹോസ്പിറ്റലിലുള്ള പ്രൊസീജിയറാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ അവർക്ക് അതിൻ്റെ ടൈം കൊടുക്കണം. ഒരു 2 hours അവർ പറയുന്നത്. ഫൈനൽ ബില്ല് അയച്ചു കഴിഞ്ഞാൽ 2 hours ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യുമെന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താ പറയുക, നോൺ വർക്കിംഗ് ഡേ ആണെങ്കിൽ കുറച്ച് ഡിലേ വന്നേക്കാം. സ്റ്റാഫുകൾ കുറച്ച് കുറവുണ്ടെങ്കിൽ അത് വന്നേക്കാം. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ ക്യാഷ്ലെസ് ആയിട്ട്. ഇനി അതല്ല, നെറ്റ്വർക്ക് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് നമുക്ക് എല്ലാ ഫൈനൽ ബില്ലും എല്ലാ ഡിസ്ചാർജ് സമ്മറി അടക്കം, നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അടക്കം, ചിലപ്പോൾ ചില മെഡിസിൻസ് ഹോസ്പിറ്റലില്ലാതെ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബില്ലുകളെല്ലാം സൂക്ഷിച്ച് വയ്ക്കുക. നമ്മൾ എന്നിട്ട് ഒരു ക്ലെയിം ഫോം ഉണ്ട്, ഈ ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് എല്ലാ ബില്ലുകളും ഡിസ്ചാർജ് സമ്മറിയും എന്തെങ്കിലും എക്സ്റേ റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനലൊക്കെ കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 to 30 ഡേയ്സിനുള്ളിൽ നമുക്ക് ക്ലെയിം സെറ്റിൽമെൻറ്റ് റീഎംബേഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ സെറ്റിൽ ചെയ്യുന്നതാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലൊക്കെ ആയുർവേദം കവേർഡ് ആണോ? ആയുർവേദം ഹെൽത്ത് ഇൻഷുറൻസ് കവേർഡാണ്. പക്ഷേ ചില കമ്പനികൾ സബ് ലിമിറ്റുകൾ കൊടുക്കാറുണ്ട്. ചില കമ്പനികൾ 100% എത്രയാണോ നമ്മുടെ ലൈഫ് കവറേജ് ഉള്ളത്, എത്ര കവറേജാണ് നമ്മൾ പോളിസി എടുക്കുന്നത്, 5 ലക്ഷമാണോ 10 ലക്ഷമാണോ, 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കവേർഡാണ്. ചില കമ്പനികൾ ചിലപ്പോൾ 10% ഉണ്ടാവുള്ളൂ, നമ്മുടെ ടോട്ടൽ കവറേജിൻ്റെ 10% മാത്രം ആയുർവേദം കവർ ആവുള്ളൂ. അപ്പോൾ ഒരു 10 lakhs പോളിസി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 lakh വരെ, അതിന് 10% 1 lakh വരെ നമുക്ക് കവേർഡ് ആവുള്ളൂ. ചില കമ്പനികൾ 100% കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്കവാറും കമ്പനികൾ തന്നെ ആയുർവേദം ക്യാഷ്ലെസ് അല്ല, നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റീഎംബേഴ്സ്മെൻ്റ് ആണ് മിക്ക കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് സുഖചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കവേർഡ് അല്ല. എന്തെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കിട്ടും, അല്ലാതെ നമ്മൾ സുഖചികിത്സയ്ക്ക് ഒരിക്കലും കിട്ടില്ല. ഓക്കെ. ഈ എപ്പിസോഡിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി. സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇൻഷുറൻസിലെ തന്നെ സേവിങ്സ് പ്ലാനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. സ്റ്റേ ട്യൂൺഡ്.